നമസ്തേ. ഈയൊരു ക്ലാസ്സിൽ ധർമ്മശാസ്ത്രത്തെ പറ്റി പഠിക്കാം. ധർമ്മലക്ഷണം തദ്വൈശിഷ്ട്യഞ്ച. ധർമ്മലക്ഷണം എന്താണ് എന്നതാണ് ആദ്യം നോക്കുന്നത്. ധർമ്മം എന്നാൽ എന്താണ്? അയം ധർമ്മഃ കർത്തുരഭിമത ഫലവർഷണാൻ മന്വാദിഭിഃ വൃഷ ഇത്യുച്യത്തെ. അതായത് ധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം, നല്ല ഫലം കിട്ടും എന്നുള്ളത് കൊണ്ട്, നല്ല ഫലത്തെ ആ ധർമ്മം ചെയ്യുന്ന ആൾക്ക് വർഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് മനു തുടങ്ങിയവർ ധർമ്മത്തെ വിളിക്കുന്ന പേരാണ് വൃഷ എന്നുള്ളത്. യഥാ വൃഷോഹി ഭഗവാൻ ധർമ്മഃ എന്ന മനുസ്മൃതിയിൽ പറയുന്നു, വൃഷോഹി ഭഗവാൻ ധർമ്മഃ എന്ന്. അപ്പോൾ ധർമ്മത്തിൻ്റെ ലക്ഷണം ഒരുവിധം എല്ലാ ശാസ്ത്രങ്ങളിലും ധർമ്മം എന്നാൽ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ശാസ്ത്രങ്ങളിലും ഓരോ ദർശനങ്ങളിലുമൊക്കെ എങ്ങനെയാണ് ധർമ്മത്തെ നോക്കിക്കാണുന്നത് എന്ന് പറയാണ്. യേന കർമ്മണ വ്യക്തിത്വസ്യ ലൗകികോത്കർഷസിദ്ധിർജായത്തെ സ ധർമ്മഃ ഇതി നാസ്തികാഃ ചാർവാകാഃ വദന്തി. ചാർവാകന്മാർ നാസ്തികരാണ്. അവർ പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരാൾക്ക് ഉത്കർഷമുണ്ടാവുക, അതായത് വളർച്ചയുണ്ടാവുക, അയാളുടെ വ്യക്തിത്വം വളരുക, ഇതിനൊക്കെ സഹായിക്കുന്ന കർമ്മത്തിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് എന്ന് ചാർവാകൻ പറയുന്നു. ജൈനാനാം മതാനുസാരം ധർമ്മഃ പുദ്ഗള ഇത്യുച്യത്തെ. ജൈനന്മാർ ധർമ്മത്തിനെ വിളിക്കുന്ന പേരാണ് പുദ്ഗള എന്ന്. സോ ധർമ്മ സൂക്ഷ്മ പദാർത്ഥ, ഇത് സൂക്ഷ്മമായിട്ടുള്ളൊരു പദാർത്ഥമാണ് ഈ പുദ്ഗള. തസ്യ പരമാണുരപി വിദ്യത്തെ പുണ്യാധിഷ്ഠാനാത് തത് പരമാണോഃ നിർമ്മാണം ഭവതി. താദൃശാനാം പരമാണൂനാം സംയോഗാത് ധർമാത്മാ ശരീരം നിർമ്മീയത്തെ. എവം പുണ്യവിശേഷനിർമ്മിത ദേഹാരംഭക പുദ്ഗളനാമക പരമാണുരേവ ധർമ്മ ഇതി. അതായത് പുദ്ഗളം എന്നു പേര് ഉള്ള പരമാണു, അതാണ് ധർമ്മം. ഈ പരമാണുവിൽ നിന്നാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് പുദ്ഗള പരമാണുക്കളെ കൊണ്ട് ധർമാത്മാവായിട്ടുള്ള ഒരു ശരീരം കിട്ടുന്നു എന്നൊക്കെയാണ് ജൈനന്മാരുടെ സിദ്ധാന്തം. ബൗദ്ധാനാം മതേന ചത്വാരി ആര്യസത്യാനി സന്തി. യഥാ ദുഃഖം ക്ഷണികതാ സ്വലക്ഷണം ശൂന്യഞ്ച. യഥാ ഏതേഷാം അനുകൂലജ്ഞാനധാര മാനവസ്യ ഹൃദി പ്രവഹതി തഥാ ഏഷഃ ധർമ്മഃ ഇത്യുച്യത്തെ. ബൗദ്ധന്മാർ പറയുന്നത് 4 ആര്യസത്യങ്ങൾ അവർ പറയുന്നു. ദുഃഖം, ക്ഷണികത, സ്വലക്ഷണം, ശൂന്യം എന്നിങ്ങനെ. ഇവയുടെ അനുകൂല ജ്ഞാനധാര മാനവസ്യ ഹൃദി പ്രവഹതി. അപ്പോൾ ഇവയിലൂടെ മനുഷ്യൻ്റെ മനസ്സിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇനി ന്യായദർശനാധാരേണ ധർമ്മഃ ആത്മനഃ ഗുണവിശേഷോ ഭവതി. ന്യായദർശനമനുസരിച്ച് ആത്മാവിൽ സമവായ സംബന്ധേന ഉണ്ടാകുന്ന ഒരു ഗുണമാണ് ധർമ്മം എന്ന് പറയുന്നത്. വൈശേഷിക ദർശനാനുസാരം യതോ അഭ്യുദയ നിശ്രേയസ സിദ്ധി സ ധർമ്മ ഇതി. ധർമ്മോ ന കേവലം സ്വർഗപ്രാപ്ത്യർത്ഥം ഈശ്വരോപലബ്ധ്യർത്ഥം വാ വർത്തത്തെ, അപിതു സ ഐഹലൗകികോന്നതി സാധകോപി ഭവതി. അസ്യാഭാവേ മനുഷ്യഃ പശുതുല്യഃ കൽപ്യത്തെ, തദുക്തം ധർമ്മേണ ഹീനഃ പശുഭിഃ സമാന ഇതി. വൈശേഷിക ദർശനമനുസരിച്ച് യതഃ അഭ്യുദയ നിശ്രേയസ സിദ്ധി, അഭ്യുദയവും നിശ്രേയസും ഇതിൽ നിന്ന് കിട്ടുന്നുവോ അതാണ് ധർമ്മം എന്ന് വൈശേഷികർ പറയുന്നു. അതായത് മോക്ഷം മാത്രമല്ല ധർമ്മത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇവിടെ ജീവിക്കുമ്പോൾ, ഈ ലോകത്ത് ജീവിക്കുമ്പോഴും അഭ്യുദയമുണ്ടാവുക എന്നതും ധർമ്മത്തിൻ്റെ ഒരു കാര്യമാണ്. ഇനി സാഖ്യാനാം മതാനുസാരം യാഭി ശാരീരിക മാനസിക ബൗദ്ധിക കർമ്മഭി അന്തഃകരണേ വൈരാഗ്യസ്യ ശാന്തിശ്ച ജാഗരണം ഭവതി. വിവേകഃ പ്രകാശ്യത്തെ ച സ ധർമ്മഃ. അതായത് അന്തഃകരണത്തിൽ വൈരാഗ്യവും ശാന്തിയുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ശാരീരിക മാനസിക ബൗദ്ധിക കർമ്മങ്ങളെ കൊണ്ട് അന്തഃകരണത്തിൽ വൈരാഗ്യവും ശാന്തിയുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ, വിവേകം പ്രകാശിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള കർമ്മത്തിനെയാണ് ധർമ്മം, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ കർമ്മങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന സ ധർമ്മഃ.
ആ വൈരാഗ്യം, ശാന്തി, ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങളെ ധർമ്മം എന്ന് പറയുന്നു. യോഗദർശനാധാരേണ ശൗചസന്തോഷ തപസ്വാധ്യായേശ്വര പ്രണിധാനാനി നിയമാഹ ധർമ്മ ഇതി. ഇനി യോഗദർശനമനുസരിച്ച് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നിങ്ങനെയുള്ള നിയമങ്ങളെയാണ് ധർമ്മമെന്ന് വിളിക്കുന്നത്. ജൈമിനീയ ദർശനെ പൂർവമീമാംസായാം ധർമ്മസ്യ ലക്ഷണമേവം പ്രതിപാദിതം യത് വേദേന പ്രയോജനമുദ്ദിശ്യ വിധീയമാനാർത്ഥോ ധർമ്മ ഇതി. ജൈമിനീയ പൂർവമീമാംസയിൽ ധർമ്മത്തിൻ്റെ ലക്ഷണം ഇങ്ങനെ പറയുന്നു: വേദേന പ്രയോജനമുദ്ദിശ്യ വിധീയമാനമായിട്ടുള്ള, വേദത്തിനാൽ പ്രയോജനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വിധിച്ചിട്ടുള്ള അർത്ഥമാണ് ധർമ്മം എന്ന് പറയുന്നത്. അർത്ഥാത് വേദേന ലോകകല്യാണാർത്ഥം യാഹ യാഗരൂപക്രിയാഹ പ്രതിപാദിതാസ്താഹ ധർമ്മപദവാച്യാഹ. അതായത് വേദത്തിൽ എന്താണ് പറയുന്നത്? ലോകത്തിൻ്റെ മംഗളം ഉണ്ടാകാൻ വേണ്ടിയിട്ട് യാഗങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ യാഗങ്ങൾ തന്നെയാണ് ധർമ്മമെന്ന് പറയുന്നത് മീമാംസയിൽ. കുമാരിലഭട്ടമതേന ചോദനാലക്ഷണോർത്ഥോ ധർമ്മ. കുമാരിലഭട്ടൻ പറയുന്നത് ചോദനാലക്ഷണോർത്ഥോ ധർമ്മ എന്നാണ്. തദുക്തം ശ്രേയോ ഹി പുരുഷപ്രതീതി സാ ദ്രവ്യഗുണകർമ്മഭി ചോദനാലക്ഷണൈസ്സാധ്യ തസ്മാത് തേഷ്വേവ ധർമ്മത എന്ന് പറയുന്നു. ഇനി കൃഷ്ണയജ്വന മീമാംസാ പരിഭാഷായാമുക്തമസ്തി യത് വേദബോധിതേഷ്ടസാധനതാകോ ധർമ്മ ഇതി. മീമാംസാ പരിഭാഷയിൽ കൃഷ്ണയജ്വാവ് പറയുന്നു വേദബോധിത ഇഷ്ടസാധനതാകോ ധർമ്മ. വേദത്തിനാൽ ബോധിപ്പിക്കപ്പെടുന്ന ഇഷ്ടസാധനതാകോ ധർമ്മ എന്ന് ഇഷ്ടസാധനം വേദബോധിത ഇഷ്ടസാധനതാകോ ധർമ്മ എന്ന് പറയുന്നു. ഇനി തർക്കസംഗ്രഹത്തിൽ എന്തു പറയുന്നു? വിഹിതകർമ്മജന്യോ ധർമ്മ, വിഹിതകർമ്മജന്യോ ധർമ്മ എന്ന് തർക്കസംഗ്രഹത്തിൽ പറയുന്നു. വസിഷ്ഠേനോക്തം ശ്രുതിവിഹിതോ ധർമ്മ. വസിഷ്ഠൻ പറയുന്നു ശ്രുതിവിഹിതോ ധർമ്മ എന്ന്. ഹാരിതൻ പറയുന്നു ശ്രുതിസ്മൃതിവിഹിതോ ധർമ്മ എന്ന്. ശ്രുതിസ്മൃതിവിഹിതോ ധർമ്മ എന്ന്. വേദാന്തദർശനാധാരേണ അന്തഃകരണശുദ്ധിസാധകം കർമ്മധർമ്മ. അന്തഃകരണശുദ്ധിക്ക് സാധകമായിട്ടുള്ള കർമ്മത്തിനെയാണ് വേദാന്ത ദർശനത്തിൽ ധർമ്മമെന്ന് വിളിക്കുന്നത്. മഹർഷി മനുഹു ദശപദാർത്ഥാനാം ധാരണം ധർമ്മ ഇതി സ്വീകരോതി. 10 പദാർത്ഥങ്ങളെ ധാരണം ചെയ്യുക, ധരിക്കുക, അതിനെയാണ് ധർമ്മമെന്ന് മനു പറഞ്ഞത്. ഏതൊക്കെയാണ് 10 പദാർത്ഥങ്ങൾ? ധൃതിഹി, ക്ഷമ, ദമഃ, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹ, ധീഹി, വിദ്യ, സത്യം, അക്രോധ. ഇങ്ങനെ 10 എണ്ണം. അതിനെയാണ് ധർമ്മമെന്ന് ആര് വിളിച്ചത്? മനു വിളിച്ചത്. ആ ശ്ലോകം ഇങ്ങനെയാണ് മനുസ്മൃതിയിലുള്ളത്: ധൃതി, ക്ഷമാ, ദമോസ്തേയം, ശൗചമിന്ദ്രിയ നിഗ്രഹ, ധീർവിദ്യ, സത്യമക്രോധോ ദശകം ധർമ്മലക്ഷണം എന്ന്. തഥാച വേദസ്മൃതി സദാചാര സ്വസ്യ ച പ്രിയമാത്മനഃ ഏതച്ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം. ഇനി 4 ലക്ഷണം പറയുന്നുണ്ട്. 4 നേരത്തെ ദശലക്ഷണം പറഞ്ഞു, 10 എണ്ണം പറഞ്ഞു, ധൃതിക്ഷമ എന്ന് തുടങ്ങിയിട്ട്. ഇനി 4ആയിട്ട് പറയുകയാണെങ്കിൽ വേദം, സ്മൃതി, സദാചാരം, സ്വസ്യ ആത്മനഃ പ്രിയം, ഇങ്ങനെ 4 എണ്ണമാണ് ധർമ്മം എന്ന് പറയുന്നത്. വിഷ്ണു സ്മൃതവും ഉച്യത്തെ. വിഷ്ണു സ്മൃതിയിൽ പറയുന്നത് ക്ഷമ, സത്യം, ദമഃ, ശൗചം, ദാനം, ഇന്ദ്രിയ സംയമഃ, അഹിംസ, ഗുരുശുശ്രൂഷ, തീർത്ഥാനുസരണം, ദയ, ആർജവം, ലോഭശൂന്യത്വം, ദേവബ്രാഹ്മണ പൂജനം, അനഭ്യസൂയ ച തഥാ ധർമ്മ സാമാന്യ ഉച്യത്തെ. ഇതിനൊക്കെയാണ് ധർമ്മം എന്ന് വിഷ്ണു സ്മൃതിയിൽ പറയുന്നത്. ക്ഷമ, സത്യം, ദമഃ, ശൗചം, ദാനം, ഇന്ദ്രിയ സംയമം, അഹിംസ, ഗുരുശുശ്രൂഷ, തീർത്ഥാനുസരണം, ദയ, ആർജവം, ലോഭശൂന്യത്വം, ദേവബ്രാഹ്മണ പൂജനം, അനഭ്യസൂയ, ഇതിനെയൊക്കെയാണ് ധർമ്മമെന്ന് വിഷ്ണു സ്മൃതിയിൽ പറയുന്നത്. ഇനി ബൃഹസ്പതി സ്മൃതിയിൽ പറയുന്നത് ദയാ, ക്ഷമാനസൂയാച, ശൗചാനായാസ മംഗളം, അകാർപ്പണ്യാസ്പൃഹത്വഞ്ച സർവസാധാരണാനി ച എന്ന് ബൃഹസ്പതി സ്മൃതിയിൽ പറയുന്നു. ദേവലൻ
എന്ന ആചാര്യൻ്റെ മതത്തിൽ ശൗചം, ദാനം, തപശ്രദ്ധ, ഗുരുസേവ, ക്ഷമാദയ, വിജ്ഞാനം, വിനയ, സത്യമിതി ധർമ്മസമുച്ചയ. എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ദേവല മതത്തിൽ ശൗചം, ദാനം, തപസ്, ശ്രദ്ധ, ഗുരുസേവ, ക്ഷമ, ദയ, വിജ്ഞാനം, വിനയം, സത്യം ഇത്രയുമാണ്. മഹാഭാരതേ ഉക്തം യത് യേന വസ്തുന പ്രാണിനഃ ഭരണം, പോഷണം, ധാരണം വാ ഭവതി തദ്വസ്തു ധർമ്മപദവാച്യം. അതായത് ധരിക്കുന്നത്, അതായത് ഒരു വസ്തുവിൻ്റെ നിലനിൽപ്പ് എന്തിനെക്കൊണ്ടുണ്ടാവുന്നു അതിനെ ധർമ്മം എന്ന് പറയുന്നു. അയം ധർമ്മ യോഗക്ഷേമ വിധായക, യോഗക്ഷേമത്തെ ഉണ്ടാക്കുന്നതാണ് ഈ ധർമ്മം. മനുഷ്യത്വത്തിൻ്റെ സുരക്ഷയെ സമ്പാദിക്കുന്നതാണ്, മോക്ഷപ്രദായകമാണ് ഈ ധർമ്മം. എന്താണ് പറയുന്നത്? മഹാഭാരതത്തിൽ കർണപർവത്തിൽ പറയുന്നു, ധാരണാത് ധർമ്മ ഇത്യാഹുർധർമ്മോ ധാരയത്തെ പ്രജാഃ യത്സ്യാദ് ധാരണ സംയുക്ത സധർമ്മ ഇതി നിശ്ചയഃ. ഇനി മഹാഭാരതത്തിൽ ആരണ്യക പർവത്തിൽ പറയുന്നു, വേദോക്ത പരമോ ധർമ്മോ ധർമ്മശാസ്ത്രേഷു ചാപരഃ ശിഷ്ടാചീർണശ്ച ശിഷ്ടാനാം ത്രിവിധം ധർമ്മലക്ഷണം എന്ന്. ഭരദ്വാജമതാനുസാരം യേന കർമ്മണ തമോ ഗുണസ്യ ഹ്രാസഃ സത്വഗുണസ്യ വൃദ്ധിശ്ച ഭവതി തത് കർമ്മധർമ്മ ഇത്യുച്യത്തെ. സത്വഗുണം ഉണരുകയും തമോ ഗുണം ഇല്ലാതാവുകയും ചെയ്യുന്ന കർമ്മം ഏതുണ്ടോ ആ കർമ്മത്തിനെയാണ് ധർമ്മമെന്ന് ഭരദ്വാജൻ വിളിച്ചത്. ഇനി യാജ്ഞവൽക്യമതാനുസാരം ധർമ്മോ നാമ യജ്ഞ, സദാചാര, ദമ, അഹിംസ, ദാന, സ്വാധ്യായാദിദേശകാല സാപേക്ഷഃ ഇതി. യാജ്ഞവൽക്യൻ പറയുന്നത് എന്താണ്? ധർമ്മോ നാമ യജ്ഞ, സദാചാര, ദമ, അഹിംസ, ദാന, സ്വാധ്യായാദി ദേശകാല സാപേക്ഷഃ എന്ന്. ഇനി ഭഗവത്ഗീതാനുസാരം ഭഗവത ആദിഷ്ടാഃ ഭഗവത് പ്രാപക ഉപായാഃ നാമോച്ചാരണ, നാമസ്മരണ, സർവകർമാർപ്പണ, സർവഭഗവദ്ഭാവാദയഃ ധർമ്മപദവാച്യാഃ ഭവന്തി. ഭഗവത്ഗീത അനുസരിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ള, ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ഭഗവാനെ പ്രാപിക്കാനുള്ള ഉപായങ്ങൾ, അതായത് ഭഗവത് നാമം ഉച്ചരിക്കുക, ഭഗവത് നാമം സ്മരിക്കുക, എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കുക, അങ്ങനെയുള്ള ഭഗവത് ഭാവങ്ങൾ, ഇതിനെയാണ് ധർമ്മം എന്ന് ഭഗവത്ഗീത വിളിച്ചത്. ഭാഗവതസ്യ പ്രഥമേ സ്കന്ധേ ദ്വിതീയാധ്യായേ നിരൂപിതം യത് യേന ഭഗവതി അഹേതുകി അപ്രതിഹതാ ഭക്തിരുത്പദ്യത്തെ സധർമ്മഃ. അതായത് ഭാഗവതത്തിൻ്റെ 1-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യാതൊന്നിനാലാണോ ഭഗവാനിൽ ഒരു കാരണവുമില്ലാതെ ഭക്തി ഉണ്ടാകുന്നത് അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഭാഗവതത്തിലെ നാരദൻ യുധിഷ്ഠിരനോട് ഇങ്ങനെ പറയുന്നു, സത്യം, ദയാ, തപഃശൗചം, തിതിക്ഷേക്ഷ, ശമോദമ, അഹിംസ, ബ്രഹ്മചര്യം ച ത്യാഗ, സ്വാധ്യായ, ആർജവം, സന്തോഷ, സമദൃക്സേവ, ഗ്രാമ്യേഹോപരമശനൈ, നൃണാം വിപര്യയേഹേക്ഷ, മൗനമാത്മവിമർശനം, അന്നാദ്യാദേ സംവിഭാവോ ഭൂതേഭ്യശ്ച യഥാർഹത, തേഷു ആത്മദേവതാബുദ്ധി, സുതരാം നൃഷു പാണ്ഡവ, ശ്രവണം, കീർത്തനം ചാസ്യ, സ്മരണം മഹതാം ഗതേ, സേവേജ്യാവനതിർദാസ്യം, സഖ്യമാത്മസമർപ്പണം, നൃണാമയം പരോ ധർമ്മ, സർവേഷാം സമുദാഹൃത, ത്രിംശല്ലക്ഷണവാൻ രാജൻ, സർവാത്മാ യേന തുഷ്യതി എന്ന്. ഇനി അർത്ഥസംഗ്രഹം മീമാംസയിലെ ഗ്രന്ഥമാണ്, ലൗകാക്ഷി ഭാസ്കരൻ എഴുതിയ ഗ്രന്ഥമാണ്. അതിൽ ധർമ്മത്തിൻ്റെ അവ്യാപ്തി, അതിവ്യാപ്തി, അസംഭവങ്ങളൊന്നുമില്ലാത്ത ലക്ഷണം ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഭാഗം ഇതാണ്, അഥകോ ധർമ്മ കിം തസ്യ ലക്ഷണമിതി ചേതുച്യത്തെ, യാഗാതിരേവ ധർമ്മ തല്ലക്ഷണം വേദപ്രതിപാദ്യ പ്രയോജനവദാർത്ഥോ ധർമ്മ ഇതി. അതായത് വേദപ്രതിപാദ്യ പ്രയോജനവദാർത്ഥ ധർമ്മ എന്ന ലക്ഷണമാണ് അർത്ഥസംഗ്രഹത്തിൽ പറയുന്നത്. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി ഇവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മീമാംസയുടെ ഭാഗമാണ്, അപ്പോൾ അതവിടെ പറയാം. एवं निष्कर्षरूपेण वक्तुं शक्यते यत् यदेव तत्त्वं मानवानां स्फूर्तिजनकत्वं
അന്തശ്ചേതനാ പ്രബോധകം സത്കർമ്മണി പ്രവർത്തകഞ്ച തദേവ ധർമ്മശബ്ദവാച്യം. മാനവലോകപരിത്രായകഃ സമുന്നതിസാധകഃ അവനതിനിരോധകഃ ജ്ഞാനവിജ്ഞാനശൗര്യാദിഗുണസമ്പാദകഃ ആസ്തിക്യാദിപ്രവർത്തകശ്ചേതി ധർമ്മഃ തസ്മാദുച്യത്തെ. ആചാരഃ പരമോ ധർമ്മഃ ശ്രുത്യുക്തഃ സ്മാർത്ത ഏവ ച തസ്മാദസ്മിൻ സദായുക്തഃ നിത്യം സ്യാദാത്മവാൻ ദ്വിജഃ. അതായത് ഇപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുവൻ്റെ ആത്മീയമായ വളർച്ച അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മികമായ വളർച്ച, അതുപോലെ ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികമായ ഉന്നതി, ഇതിനൊക്കെ കാരണഭൂതമായിട്ടുള്ള യാതൊരു കർമ്മമുണ്ടോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ധർമ്മലക്ഷണം എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.